ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയതോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെയും എനിക്ക് തോന്നുന്നു ഹിന്ദി ബെൽറ്റിലെയും ഒക്കെ ബലാബലം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ബീഹാർ. ബീഹാറിൽ ഏകദേശം 243 സീറ്റുകളാണുള്ളത്. ആ 243 സീറ്റുകളിൽ കഴിഞ്ഞ തവണ RJD 75 സീറ്റുകളും BJP 74 സീറ്റും JDU 42, കോൺഗ്രസ് 19 സീറ്റുകളും, ബാക്കിയുള്ളവരാണ് ബാക്കി സീറ്റുകൾ എടുത്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോർമുലയിലാണ് ബീഹാറിൽ ഭരണം നടക്കുന്നത്. അത് നിതീഷ് കുമാർ, എനിക്ക് തോന്നുന്നു ഇത്രയും തവണ മുഖ്യമന്ത്രിയായ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടോ എന്നറിയില്ല. കാരണം ബീഹാറിൽ ഏത് മുന്നണിയോടൊപ്പം ചേർന്ന്, ഏത് പാർട്ടിയോടൊപ്പം ചേർന്ന് മുന്നണി രൂപീകരിച്ച് ആ മുന്നണിയിൽ നിന്നുകൊണ്ട് ഭരണം നടത്തുവാൻ, ഭരിക്കുക മാത്രമാണ്, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക മാത്രമാണ് ലക്ഷ്യമുള്ള നിതീഷ് കുമാർ ഇത് 5ാം തവണയാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും പലതരത്തിലുള്ള ഗിമിക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും മഹാമുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന RJD സഖ്യമുണ്ട്. ആ RJDയോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് ഉണ്ട്, പ്രതിപക്ഷ പാർട്ടികളുണ്ട്. അവരെല്ലാവരോടും ചേർത്തുള്ള മഹാമുന്നണി സഖ്യവും ഒപ്പം തന്നെ NDAയുടെ സഖ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2015 ഇതേ മഹാൻ ഈ BJPയോടൊപ്പം നിൽക്കുകയും 2017 ആ സഖ്യം വിട്ട് വീണ്ടും RJD അടക്കമുള്ളവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഭരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അങ്ങനെ ഭരിക്കുകയും, അപ്പോൾ ഇന്ന് പകൽ രാജിവെക്കുകയും നാളെ പകൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് ഈ നിതീഷ് കുമാർ എന്ന് പറയപ്പെടുന്നത്. നിതീഷ് കുമാർ 2015 മുഖ്യമന്ത്രി കസേരയിൽ വരുമ്പോൾ തന്നെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുക, പ്രധാനമന്ത്രിയാകുവാനുള്ള മോഹമുണ്ടായിരുന്നു. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നിതീഷ് കുമാറും നരേന്ദ്രമോദിയും തമ്മിൽ പലതരത്തിലുള്ള ബലാബലം, അവരുടെ ശക്തി എന്താണെന്ന് തെളിയിക്കുവാനുള്ള ഒരു വലിയ ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ നിതീഷ് കുമാർ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് പലപ്പോഴും അവിടെ കണ്ടിട്ടുള്ളത്. ബീഹാറിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ അപ്രമാദിത്വം പലപ്പോഴും നടന്നിട്ടുള്ളത്. അതും ഈ പറയുന്ന 42 സീറ്റ് വെച്ചുകൊണ്ടാണ് 74 സീറ്റുള്ള BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് NDA മുന്നണി ഉണ്ടാക്കി അതിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴും ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2015 ഞാൻ പറഞ്ഞത് ഈ 2017 NDAയിലേക്ക് തിരിച്ചെത്തുന്നത്. 2015 ഭാഗമായിട്ട് നിൽക്കുകയും മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുകയും ചെയ്തതിനു ശേഷം പക്ഷേ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസ്വാരസ്യങ്ങൾക്കിടെ ഈ നിതീഷ് കുമാർ ഈ മുന്നണി വിട്ട് NDA മുന്നണി വിട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. 2017 അതിനൊക്കെ ശേഷം പിന്നെ 2017 വീണ്ടും NDAയിലേക്ക് മടങ്ങിയെത്തുന്നത്, BJPയുടെ ഭാഗമാകുന്നതൊക്കെ. ഇവിടെ നിതീഷ് കുമാറിന്റെ അടുത്ത മോഹവും അത് തന്നെയാണ് 6ാമത് മുഖ്യമന്ത്രിയാകുക എന്നുള്ള ലക്ഷ്യത്തോടെ. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യം അതിന് സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ ചിലപ്പോൾ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇനി മടങ്ങി വരുവാനുള്ള സാധ്യത, നിതീഷ് കുമാറിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുഖ്യമന്ത്രി ആകുവാനുള്ള സാധ്യത വളരെ കുറവുമാണ്. പക്ഷെ എന്നാലും മരിക്കും വരെ ഭരണത്തിൽ തുടരുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ നിതീഷ് കുമാർ എന്ന് പറയപ്പെടുന്ന വിദ്വാൻ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും ആരുടെ കൂടെ നിന്നിട്ട് വേണമെങ്കിലും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തും. പക്ഷെ അതിൻ്റെ ചില സാധ്യതകളുണ്ട്. അത് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം NDAയുടെ ഭാഗമായിട്ട് NDA കഴിഞ്ഞ പ്രാവശ്യം 74 സീറ്റ് പിടിച്ചവരാണ്. ഞാൻ അതാണ് പറഞ്ഞത്, 243 സീറ്റുകൾ ആണ് ആകെ ബീഹാറിലുള്ളത്. ആ 243 സീറ്റുകളിൽ അത്യാവശ്യം 122 സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലേക്ക് എത്താൻ കഴിയും. ഇവിടെ ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് 42 സീറ്റുള്ള ഈ JDUമായിട്ട് സഖ്യമുണ്ടാക്കി JDUവിന് തന്നെ മുഖ്യമന്ത്രി പദം കൊടുത്ത് അത് NDAയുടെ മുന്നണി സഖ്യത്തിന്റെ പുറത്താണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്ക് BJPയുടെ ഭരണം പോകുന്നത് എന്നുള്ള നമുക്കറിയാം. മിക്ക സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള ചില ഗിമിക്കുകൾ BJP കാണിക്കാറുണ്ട്, അതിനകത്ത് പൂർണ്ണമായിട്ട് വിജയിക്കാറുണ്ട്. കാരണം ഒരു പ്രാവശ്യം അവർക്ക് ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയും അടുത്ത പ്രാവശ്യം അവർ സ്വതന്ത്രമായിട്ട് അധികാരത്തിൽ എത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടാകാറുണ്ട്. അത് BJPയുടെ തന്ത്രമാണ്. അത് വളരെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിൽ വിജയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഈ 2025 നടക്കാൻ പോകുന്ന, ഇപ്പോൾ നവംബർ മാസത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവംബർ മാസം 4-നും 11-നുമാണ് ഇത് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ മാസം 14-ന്. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് കാലാവധി തീരുന്നത് നവംബർ മാസം 22-ാം തീയതിയാണ്. 2025 നവംബർ മാസം 22-ാം തീയതിയാണ്. അതിനു മുൻപ് പുതിയ ഒരു മുന്നണി അധികാരത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി അവിടെ അധികാരത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ JDU തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ JDU NDA സഖ്യമായിരിക്കും അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നത് 42 സീറ്റുള്ള JDU 74 സീറ്റുണ്ടായിരുന്ന BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ഭരിക്കുമ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും ചിലപ്പോൾ ഇതേ മുന്നണിയാണല്ലോ, ഈ NDA സഖ്യം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കൂടിയും
BJPയുടെ തന്ത്രം ഫലിക്കാനാണ് സാധ്യത. കാരണം BJP അവിടെ ഒറ്റക്കക്ഷിയാകുവാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഈ ചിരാഗ് പാസ്വാന്റെ ഒരു മുന്നണിയുണ്ട്. ആ മുന്നണി 2020 ഏകദേശം 30 സീറ്റുകളിലെങ്കിലും JDUവിനെ തോൽപ്പിച്ചിട്ടുണ്ട് ചിരാഗ് പാസ്വാൻ. ആ ചിരാഗ് പാസ്വാൻ ഇപ്രാവശ്യം ചിരാഗ് പാസ്വാനെ കുറച്ചുകൂടി ലിബറലായിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ NDAയുടെ മുന്നണിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ NDAയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ചിരാഗ് പാസ്വാന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം അനുവദിക്കുകയും ഒപ്പം തന്നെ BJPയുടെ വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-40 സീറ്റുകൾ വരെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടായേക്കും. കാരണം നമുക്കറിയാം രാംവിലാസ് വിലാസ് പാസ്വാന്റെ മകനാണ് ചിരാഗ് പാസ്വാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം അവിടെ ഉള്ളത് കൊണ്ട് അത് നേടിയെടുക്കുവാനുള്ള കരുത്തും BJPയുടെ ഒരു സപ്പോർട്ടും കൂടെ ആകുമ്പോൾ അത് ഉണ്ടായേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നിതീഷ് കുമാർ എന്ന് പറയപ്പെടുന്ന JDUവിന്റെ നേതാവിനെ ചവിട്ടി പുറത്താക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മോദിയും കൂട്ടരും നടന്നെടുക്കും. അങ്ങനെ ബീഹാറിൽ BJPയുടെ ഒരു ഗവൺമെന്റ് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ 6 മാസത്തിനിടയ്ക്ക് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ നിന്ന് എത്ര കോടികളാണ് ബീഹാറിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. അതിന് മുമ്പത്തെ ദിവസം അദ്ദേഹം 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വികസന പാതയിലേക്ക് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. ആ പ്രഖ്യാപനം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ നരേന്ദ്രമോദിക്ക് അത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയവുമാണ്. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അതിനുശേഷമാണല്ലോ. എന്തായിരുന്നാലും അതിനകത്ത് എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് പറയാൻ കഴിയില്ല. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പ് ചട്ടം വരും. ചട്ടം വന്നു കഴിഞ്ഞാൽ ചട്ടലംഘനം പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ആ പദ്ധതി പ്രഖ്യാപനം അതിന് മുൻപ് നടത്തിയതിനു ശേഷമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയതും. ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, ഏകദേശം 1 മാസം വരും അത്രത്തോളമുള്ള ദിവസങ്ങളിലാണ് ഇനിയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുന്നത്. ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുന്നത്. വലിയ പ്രചണ്ഡ പ്രചാരണമാണ് ഈ ബീഹാറിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഏകദേശം 62,000 കോടി രൂപ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചു. ഈ 6 മാസത്തിനിടയ്ക്ക് അതേപോലെ തന്നെ 50,000 കോടിയിലധികം വരുന്ന വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബീഹാറിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് BJP സർക്കാർ, കേന്ദ്ര സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ കൂടിയാകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ബീഹാറിൽ നടത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ബീഹാറിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. അതായത് NDA മുന്നണി ഭരിച്ചിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, NDA മുന്നണി ഭരിച്ചിരുന്നു. ആ മുന്നണിയുമായി ബന്ധപ്പെട്ടിട്ട് JDU നിൽക്കുന്നു. JDUവിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ ഭരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ചിരാഗ് പാസ്വാൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ നമ്മൾ തള്ളിക്കളയാതിരിക്കുന്നത്. അദ്ദേഹം ഈ 2020 അദ്ദേഹം ഒറ്റയ്ക്ക് JDUവിനെയൊക്കെ മറികടന്ന് ചിലപ്പോൾ കുറച്ചുകൂടി സീറ്റുകൾ ഈ പ്രാവശ്യം നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്താവുന്ന സാധ്യതയുണ്ട്. അതാണെങ്കിൽ JDU എന്ന് പറയപ്പെടുന്ന നിതീഷ് കുമാറിനെ ഞാൻ പറഞ്ഞതുപോലെ ചവിട്ടി പുറത്താക്കും BJP. അതിനുശേഷം BJPയും ഈ ചിരാഗ് പാസ്വാനും ചേർന്നുകൊണ്ട് ബീഹാർ ഭരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഇത് മാത്രം പോരാ. കാരണം NDAയുടെ ഭാഗത്തു നിന്നുള്ള ഭരണം അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ ഭരണം ജനങ്ങൾ അവിടെ സ്വീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ, ജനങ്ങൾക്ക് സംതൃപ്തരാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ സംശയമാണ്. അപ്പോൾ ആ നിലവാരത്തിൽ നിൽക്കുമ്പോൾ അവിടുത്തെ കോൺഗ്രസും പിന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ RJDയും ഒക്കെ ശക്തമായ പ്രചരണം നടത്തുന്നുണ്ട്. തേജസ്വി യാദവിന് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ തേജസ്വി യാദവാണ്. പ്രായം കുറഞ്ഞ ഉപമുഖ്യമന്ത്രിയായിരുന്നു തേജസ്വി യാദവ്. ഇപ്രാവശ്യം കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഈ പറഞ്ഞ പോലെ ആകെ 19 സീറ്റാണുള്ളത്. ഈ 243 എന്ന് പറയപ്പെടുന്ന സീറ്റിൽ ആകെ 19 സീറ്റാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2020 തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുവാൻ കോൺഗ്രസിനാകില്ല, രാഹുൽ ഗാന്ധിക്കാവില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വെക്കുക. കാരണം RJD കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സീറ്റ് പിടിച്ചത് RJD ആണ് ബീഹാറിൽ. 75ഓളം സീറ്റ് അവർ പിടിച്ചു, 74 സീറ്റ് BJP പിടിച്ചു. അപ്പോൾ ആ 75 സീറ്റ് പിടിച്ചിരിക്കുന്ന RJDക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം കൊടുത്ത് തേജസ്വി യാദവിനെ കൊണ്ടുവരികയും പകരം ബാക്കിയുള്ള ഇടതുപക്ഷ പാർട്ടികൾ പിന്നെ കോൺഗ്രസ് ഇവരെല്ലാം കൂടെ പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് RJDയെ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അവിടെയാണ് ഒരു കണക്കുകളിലെ വ്യതിയാനം സംഭവിക്കുന്നത്. ബീഹാറിൽ ഏകദേശം ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൽ RJD 75 സീറ്റാണ് 2020 നേടിയെങ്കിൽ ഇപ്പോൾ അത്രയും സീറ്റുകൾ നേടിയെടുക്കാൻ അവർക്ക് കഴിയുമോ? കാരണം പല സീറ്റുകളിലും പകുതി സീറ്റിൽ മത്സരിക്കണമെന്നുള്ള അവകാശവാദം ഉന്നയിച്ച ആളാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ.
പക്ഷേ അത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ബാക്കി സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോവുകയും ചെയ്തത്. ഇനിയിപ്പോൾ അവിടുന്ന് അത്രത്തോളം സീറ്റുകളിൽ മത്സരിച്ചാൽ കൂടിയും വലിയ സാധ്യതയൊന്നും കോൺഗ്രസിന് അവിടെ കാണുന്നില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 19 സീറ്റ് തന്നെ ഇപ്പോൾ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. അങ്ങനെയാണെങ്കിൽ RJDക്ക് 70 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയാൽ കോൺഗ്രസ് ഒരു 15 സീറ്റിലേക്ക് മടങ്ങിയാൽ ഈ പറയുന്ന പോലുള്ള ഇവിടെ ഭരിക്കുവാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും ഈ ചാക്കിട്ട് പിടുത്തം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും ബീഹാറിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും ഒപ്പം RJDയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഈ ഭരണത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകുന്നു. മാത്രമല്ല പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്താൻ പോകുന്നു. ഈ മോദി ഭരിക്കുന്ന അല്ലെങ്കിൽ നിതീഷ് കുമാർ ഭരിക്കുന്ന മോദി ഭരിക്കുന്ന ഇന്ത്യയും നിതീഷ് കുമാർ ഭരിക്കുന്ന ബീഹാറും ഈ വികസനത്തിൻ്റെ പാതയിലല്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വോട്ടുകൊള്ള പോലെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടുമൊക്കെ ബീഹാറിലെ വോട്ടർ അധികാര യാത്രയൊക്കെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി നടത്തുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ മുന്നേറ്റം നടത്താനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവൊക്കെ. പക്ഷേ അതിനോട് എത്രത്തോളം നമുക്ക് നീതി പുലർത്താൻ കഴിയും, അല്ലെങ്കിൽ ജനങ്ങൾ അതിനോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ വോട്ട് കഴിയും വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനും തേജസ്വി യാദവിൻ്റെ RJDക്കും ഒന്നും ഈ വട്ടം പക്ഷേ എനിക്ക് തോന്നുന്നില്ല ബീഹാറിൽ ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന സാധ്യത ഉണ്ടാകുമെന്ന്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവിടെ എത്താൻ കഴിയുക ഇപ്പോൾ 74 സീറ്റിൽ നിൽക്കുന്ന BJPയും ചിരാഗ് പാസ്വാന്റെ മുന്നണി പാർട്ടിയും കൂടാതെ JDയും ഇവർ ചേർന്നിട്ടുള്ള ഒരു സഖ്യം ഉണ്ട്. അത് NDAയിൽ രൂപം പ്രാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം BJP കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തും. ഏകദേശം 80-82 സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യതയിലേക്ക് അവർ എത്തുകയാണെങ്കിൽ 40-45 സീറ്റുകളിലേക്ക് ചിരാഗ് പാസ്വാനും ചേരുകയാണെങ്കിൽ പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അവർക്ക് ഭരിക്കുവാനുള്ള 122 എന്ന് പറയപ്പെടുന്ന ആ ഒരു സംഖ്യയിലേക്ക് എത്തപ്പെടും. അതിന് മുകളിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ BJPക്ക് കൃത്യമായും ബീഹാർ ഭരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം NDA എന്ന് പറയപ്പെടുന്ന മുന്നണി ഉണ്ടാക്കി ഒരു പാർട്ടിയോടൊപ്പം കൂട്ടുചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ സീറ്റ് കുറവാണെങ്കിൽ കൂടിയും അതിൻ്റെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കി അവരോധിക്കുന്ന ഒരു പ്രവണത അത് BJP പല മേഖലകളിലും പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം വരുന്ന തിരഞ്ഞെടുപ്പിൽ BJP അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കുകയും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും ആ സംസ്ഥാനം BJP ഭരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ ത്രിപുരയിലടക്കം പലയിടങ്ങളിൽ അത് കണ്ടതാണ്. അതിൻ്റെ മറ്റൊരു വേർഷനായിരിക്കും ബീഹാറിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് BJP തന്നെയായിരിക്കും ബീഹാറിൽ ഈ വട്ടം ഈ 2025 തിരഞ്ഞെടുപ്പിൽ ഭരിക്കുക എന്ന് പറയേണ്ട സ്ഥിതിവിവര കണക്കുകളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.